സെപ്റ്റംബർ 7. ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ആൽക് മുണ്ട്, വിശുദ്ധ അനസ്റ്റാസ്യൂസ്, വിശുദ്ധ അഗുസ്റ്റാലിസ്, വിശുദ്ധ എയ്പൂസിക്യൂസ്, വിശുദ്ധ യൂസെക്സ്, വിശുദ്ധ ക്ലൗഡ്. വിശുദ്ധ ക്ലൗഡ് 522-560 കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഓർലിൻസിലെ രാജാവായ ക്ലോഡോമീറിൻ്റെ മകനാണ് ക്ലൗഡ്. വിശുദ്ധ ക്ലോട്ടിൽഡായുടെ മൂത്ത മകനാണ് ക്ലോഡോമിർ. ക്ലൗഡിന് 2 വയസ്സുള്ളപ്പോൾ പിതാവ് 524 ബെൻഗൻട്രയിൽ വെച്ച് വധിക്കപ്പെട്ടു. തെയോബാൾഡ്, ഗന്തായർ, ക്ലൗഡ് എന്നീ കുട്ടികളെ അവരുടെ അമ്മൂമ്മ ക്ലോട്ടിൽഡ വാത്സല്യത്തോടെ പാരീസിൽ വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ പാരീസിലെ രാജാവ് ചിൽഡ്ബർത്തും സ്വാസോണിലെ രാജാവ് ക്ലോട്ടയറും ചേർന്ന് തെയോബാൾഡിനെയും ഗന്തായറിനെയും കുത്തിക്കൊന്നുകൊണ്ട് ഓർലിൻസ് രാജ്യം പങ്കിട്ടെടുത്തു. ക്ലൗഡ് സ്വയം തലമുടി വെട്ടിക്കളഞ്ഞ് ലൗകിക ആർഭാടങ്ങൾ പരിത്യജിച്ചു. രാജ്യം തിരികെ പിടിച്ചെടുക്കാൻ ചില സൗകര്യങ്ങളുണ്ടായിരുന്നിട്ടും ക്ലൗഡ് ലൗകിക വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തിയില്ല. ആത്മവിജയം, എളിമ, ശാന്തത, ക്ഷമ, തപസ്, പ്രാർത്ഥന എന്നീ ഭക്തി അഭ്യാസങ്ങൾ വഴി സംരക്ഷിക്കപ്പെട്ടു. ഒരു കൊച്ചുമുറിയിൽ മനസമാധാനത്തോടെ അദ്ദേഹം ജീവിച്ചു. പരിവരുത്ത തുണി വീരാളിപ്പട്ടിനേക്കാൾ അദ്ദേഹത്തിന് കൂടുതൽ സംതൃപ്തി നൽകി. ആത്മനില വഷളാകുന്നതിന് മുൻപ് തന്നെ ലോകവ്യാമോഹങ്ങളിൽ നിന്നും തന്നെ അകറ്റിയ ദൈവത്തിന് ക്ലൗഡ് നന്ദി പറഞ്ഞു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് വിശുദ്ധ സേവോരൂസിൻ്റെ കരങ്ങളിൽ നിന്ന് ക്ലൗഡ് സന്യാസവസ്ത്രം സ്വീകരിച്ചു. വിദഗ്ധനായ ഈ ഗുരുവിൻ്റെ കീഴിൽ അദ്ദേഹം ക്രിസ്തീയ പരിപൂർണതയിൽ വളരെ പുരോഗമിച്ചു. എങ്കിലും പാരീസിലെ വാസം തൻ്റെ സന്യാസ ജീവിതത്തെ അപകടത്തിലാക്കുമെന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം പ്രൊവിൻസിലേക്ക് ഒളിച്ചുപോയി. അവിടെ പഴയ മിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ താമസസ്ഥലം കണ്ടുപിടിച്ച് അദ്ദേഹത്തെ പാരീസിലേക്ക് മടക്കിക്കൊണ്ടുപോയി. ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം 551 അദ്ദേഹത്തെ വൈദികനായി അഭിഷേകം ചെയ്തു. കുറേ കാലം പാരീസിൽ ജോലി ചെയ്ത ശേഷം ഇപ്പോൾ സെയിൻറ്റ് ക്ലൗഡ് എന്ന് വിളിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിച്ചു. വസ്തുവകകളെല്ലാം ദേവാലയത്തിനായി ദാനം ചെയ്ത ശേഷം ക്ലൗഡ് അവിടെ ആശ്രമത്തിൽ ജീവിച്ചു പോന്നു. വിശുദ്ധ ക്ലൗഡിനെയായിരുന്നു സന്യാസ സമൂഹമായി ജീവിച്ച ദൈവഭക്തർ തങ്ങളുടെ സുപ്പീരിയറായി പരിഗണിച്ചു വന്നിരുന്നത്. വിശുദ്ധ ക്ലൗഡ് തൻ്റെ വാക്കുകളാലും ജീവിത മാതൃകയാലും എല്ലാവരെയും നന്മയിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. തൻ്റെ രാജ്യത്തെ മാത്രമല്ല, അയൽ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പോലും വേണ്ടത്ര ഉപദേശങ്ങളും പ്രചോദനവും നൽകുന്ന കാര്യത്തിൽ വിശുദ്ധൻ മടി കാണിച്ചിരുന്നില്ല. ആശ്രമത്തിൽ 560 കർത്താവിൽ അദ്ദേഹം അന്ത്യനിദ്ര പ്രാപിച്ചു. ഫ്രാൻസിലെ ആദ്യകാല രാജകീയ കുടുംബങ്ങളിൽ നിന്ന് വിശുദ്ധരാക്കപ്പെട്ട രാജകുമാരന്മാരിൽ പ്രഥമനായിരുന്നു വിശുദ്ധ ക്ലൗഡ്. എളിമയും ശാന്തതയും തപസ്സും പ്രാർത്ഥനയും കൈവടിയാതെ ഈശോയോട് പ്രാർത്ഥിച്ചാൽ ഏത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ലഭിക്കുമെന്ന് പഠിപ്പിച്ച വിശുദ്ധനായ ക്ലൗഡെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.